ഉണ്ട്. കൽബിൻ്റെ അമലുണ്ട്, കൽബിൻ്റെ അമലുകൾ, അതേപോലെ അവയം കൊണ്ടുള്ള അമലുകൾ രണ്ടും രണ്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ധാരാളമായി അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. അഅ്മാലുൽ ഖുലൂബ്, കൽബിൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ വരും അതൊക്കെ. അപ്പോൾ ഏതായിരുന്നാലും ആണ് പ്രാർത്ഥന പരിഗണിക്കും. കൽബിൻ്റെ പ്രാർത്ഥനയാണ്. നാവുകൊണ്ട് ഉച്ചരിക്കുകയാണ് അതിൻ്റെ അഫ്ളലേ ഉള്ളൂ. ശരീരം കൂടി കേട്ടുകൊണ്ടാവുക, അതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അത് ദുആ ഉല എന്ന് ഇല്ല. ദുആന്റെ ലഫ്ളാണ് നാവുകൊണ്ട് പറയണത്. അപ്പോൾ ഏതായിരുന്നാലും പ്രാർത്ഥന എപ്പോഴും റഹ്മാനായ റബ്ബിനുള്ള നമ്മുടെ ഒരു വിധേയത്വമാണ്. തഫ്സീർ റാസിയിൽ ഫഖ്റുദ്ദീൻ റാസി പറയുന്നുണ്ട്, ദുആ എന്ന് പറയുമ്പോൾ അവിടെ അടിമയുടെ എളിമത്വവും ഉടമയുടെ ആധിപത്യവും അംഗീകരിച്ചു കൊടുക്കലാണ് പ്രാർത്ഥന. ഒരു കാര്യം നേടുക എന്നുള്ളതല്ല. അള്ളാഹുവേ നീയാണ് എല്ലാം, ഇത് സമ്മതിക്കൽ ഈ പ്രാർത്ഥനയിലുണ്ട്. ഞാൻ ഒന്നുമല്ല റബ്ബേ, ഞാൻ ദുർബലനാണ് എന്ന നമ്മുടെ ഒരു ദുർബലത അള്ളാഹിന്റെ മുമ്പിൽ എടുത്തു സമ്മതിക്കൽ പ്രാർത്ഥനയിലുണ്ട്. ആ നിലയ്ക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് ദുആ. അപ്പം ആ ദുആ ചെയ്തതിനെല്ലാം പരലോകത്ത് കൂലി കിട്ടും. എന്തെല്ലാം പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയ്ക്ക് കൂലി കിട്ടും. നിസ്കരിച്ചതിന് കൂലി കിട്ടുന്ന പോലെ, നോമ്പ് വെച്ചതിന് കൂലി കിട്ടുന്ന പോലെ ദുആ ചെയ്തതിന് അള്ളാഹു തആല പരലോകത്ത് പ്രതിഫലം തരും. അപ്പോൾ ദുഞ്ഞാവിൽ പക്ഷെ ആ കാര്യം കിട്ടില്ല വിചാരിക്കുക. ചിലപ്പോൾ ദുഞ്ഞാവിൽ ആ കാര്യം കിട്ടുന്നേക്കാളും വലിയ ഖൈറാണ് പരലോകത്തേക്ക് അത് മാറ്റിച്ചിട്ട് അവിടുന്ന് കൂലി കിട്ടണമെങ്കിൽ.